നിന്റെ ശരീരം എനിക്ക് ദാനം ചെയ്യൂ എന്ന് തന്നെയാണ് ആ ഹദീസിൽ നമുക്ക് വായിക്കാൻ കഴിയുക. നിന്റെ ശരീരം എനിക്ക് സമർപ്പിക്കൂ എന്ന് പോയി ചോദിക്കുകയാണ്. അപ്പൊ ആ പെണ്ണ് ആട്ടിവിടുകയാണ്. പുല്ലേ, താൻ ആരാന്നാണ് ഈ ചോദിക്കുന്നത്? പച്ചത്തെറി, നമ്മളെ ടോമി സെബാസ്റ്റ്യന്റെ ഭാഷ പറഞ്ഞ പച്ചത്തെറിയാണ് അവിടെ വിളിച്ചത്. താൻ ആരാ? താൻ ഏത് കോപ്പിലെ പ്രവാചകനാണെങ്കിലും മേത്തുനിന്ന് കൈയെടുക്കുന്നതാണ് പറഞ്ഞത്. അപ്പൊ ആ പെണ്ണ് സഹകരിക്കുന്നില്ല എന്ന് കണ്ടിട്ട് എന്നാ പിന്നെ അവൾക്ക് എന്തെങ്കിലും പറഞ്ഞ് കൊടുത്തു വിട് എന്ന് പറഞ്ഞ് വിടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ സെർച്ച് ചെയ്താൽ നമുക്ക് ഫസ്റ്റ് ആയിട്ട് തന്നെ sunna.com കിട്ടും. sunna.com നമ്മൾ എന്ത് ചെയ്യുന്നു, ഓപ്പൺ ആക്കി നോക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെന്റ് ടു എ ഗാർഡൻ കോൾഡ് ഷൗത്ത് എന്ന് പറയുന്ന ഒരു ഗാർഡനിലേക്ക് പോയി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ആ സംഭവം ഉണ്ട്. എന്താ, ഒരു സ്ത്രീയുടെ അടുത്ത് പോകുന്നു, എന്നിട്ട് ആ സ്ത്രീ ആ രൂപത്തിൽ പറയുന്നു എന്ന് പറയുന്ന ഒരു, അദ്ദേഹം പറഞ്ഞ വൾഗാരിറ്റി ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും എനിക്ക് താല്പര്യമില്ല എന്നുള്ള രൂപത്തിൽ പറയുന്നു എന്നുള്ള ഹദീസ് ഉണ്ട്. എന്താ ചെയ്യാം? നോക്കുമ്പോൾ സ്വഹീഹ് ബുഖാരിയാണ്. അപ്പൊ ഹദീസ് സ്വഹീഹുമാണ്, ആകെപ്പെട്ടു അല്ലെ നമ്മൾ. അപ്പൊ പറഞ്ഞ ഹദീസ് അതുപോലെ ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തന്നെ ഉണ്ട്. നമുക്ക് ഈ 5-2-5-5 ഇത് കാണിച്ചത്. 5-2-5-4 ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ കിട്ടും. അതുകൊണ്ട് വെറുതെ ഒന്ന് നോക്കിയേക്കാം. തൊട്ടുമുമ്പുള്ള ഹദീസാണ്. I asked Az-Zuhri which of the wives of the prophet sought refuge with Allah from him. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതു ഭാര്യയാണ് റസൂലിനോട് ഔദു ബിക എന്ന് പറഞ്ഞത്, I sought refuge from you എന്ന് പറഞ്ഞത്? എന്നുവെച്ചാൽ ഏതോ ഒരു പെണ്ണിനെ അല്ലെ, ഏതോ ഒരു പെണ്ണിനെ അടുത്ത് പോയി എന്നിട്ട് എന്തോ പറഞ്ഞു എന്നല്ല കേട്ടത്. ആ പെണ്ണാരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിക്കാഹ് ചെയ്ത ഭാര്യയാണ്. പോട്ടെ, അപ്പൊ നമുക്ക് എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമുക്ക് വീണ്ടും അടുത്ത ഹദീസ് 5-2-5-5 അവർ ഉദ്ധരിച്ചത്. 5-4 നമ്മൾ നോക്കി. 5-6 വെറുതെ നിർത്തോക്കാം. എന്താ, ദ പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാരീഡ് ഉമൈമ ബിൻത് ശറാഹീൽ. ഈ പറഞ്ഞ സ്ത്രീയുടെ പേര് ഉമൈമ ബിൻത് ശറാഹീൽ ബിൻത് ജൂനിയ എന്നാണ്. ആ ബിൻത് ജൂനിയെ കുറിച്ചാണ് നേരത്തെ ഹദീസിൽ പറഞ്ഞത്. ആ ബിൻതു ജൂനിയ, ആ സ്ത്രീയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാരീഡ്, വിവാഹം കഴിച്ചു എന്നുള്ള കാര്യം ചെയ്യാൻ പറ്റും, ആ ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പം വിവാഹം കഴിച്ച, നിക്കാഹ് ചെയ്ത, എന്നാൽ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ടില്ലാത്ത ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ ആദ്യമായി അവരുടെ അടുത്ത് പോയ ഒരു സംഭവമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഹദീസിലുള്ളത്. ഈ രണ്ട് ഹദീസും കൂട്ടിയോജിപ്പിക്കാതെ ഏതോ ഒരു സ്ത്രീയുടെ അടുത്ത് പോയി എന്ന് പറഞ്ഞാൽ ഹദീസിലുണ്ടല്ലോ, ബുഖാരിയിലുണ്ടല്ലോ. ഇതാണ് പലപ്പോഴും കൺഫ്യൂഷൻ ആവുന്ന ഒരു രൂപം. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ആദ്യത്തിൽ നമുക്കൊരു തെറ്റിദ്ധാരണക്ക് സാധ്യത ഉണ്ടായിരുന്നു. അപ്പുറവും ഇപ്പുറവും പരിശോധിച്ചപ്പോൾ കാര്യം വ്യക്തമായി. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, ചരിത്രത്തിന്റെ സമ്പൂർണ്ണ പ്രകാശത്തിൽ ജീവിച്ച മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിന്റെ സ്വകാര്യ ജീവിതമടക്കം രേഖപ്പെടുത്തപ്പെട്ട, ഇങ്ങനെ ജീവിതം രേഖപ്പെടുത്തപ്പെട്ട മറ്റൊരു മനുഷ്യനും ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല എന്ന് മാത്രമല്ല ഇനി കഴിഞ്ഞു പോവില്ല.